ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. അരിവുത്തറ തിരുനാളിൻ്റെ പ്രധാന തിരുനാളിൻ്റെ 4-ാം ദിവസമാണിന്ന്. ഏവർക്കും അരിവുത്തറയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 30-ാം വാക്യം: നിങ്ങളുടെ പിതാവിൻ്റെ അറിവ് കൂടാതെ അവയിലൊന്നുപോലും നിലം പതിക്കുന്നില്ല. ദൈവപരിപാലനയിൽ ആശ്രയിക്കാൻ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന തിരുവചന ഭാഗമാണിത്. ആരും ശ്രദ്ധിക്കാത്ത ഒരു ചെറു കുരുവിയുടെ ജീവൻ പോലും കൃത്യമായി കാണുന്ന ദൈവമറിയാതെ, നമ്മൾ പോലും ശ്രദ്ധിക്കാതെ നമ്മുടെ തലയിലെ ഓരോ മുടിയുടെയും എണ്ണം പോലും കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്ന ആ ദൈവമറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല എന്ന് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. വലിയ പ്രശ്നങ്ങളെ നേരിടുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മുടെ ജീവിതത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന, അറിയുന്ന ഒരു ദൈവം കൂടെയുണ്ട് എന്നുള്ളത് വലിയ ആശ്വാസമാണ്. ആര് നമ്മളെ കണ്ടില്ലെങ്കിലും, ആര് നമ്മളെ മറന്നുപോയാലും ദൈവം നമ്മളെ മറക്കില്ല, ദൈവം നമ്മളെ കാണാതിരിക്കില്ല. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു ഇല പോലും അനങ്ങുന്നുമില്ല. പക്ഷെ ദൈവം ചിലപ്പോൾ ചില സഹനങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ അനുവദിച്ചു എന്ന് വരാം. കുട്ടികൾക്ക് പൊതുവെ പരീക്ഷ പേടിയാണ്. പക്ഷേ സ്നേഹമുള്ള ഒരു പിതാവും മാതാവും എൻ്റെ കുട്ടിക്ക് ബുദ്ധിമുട്ടാവും, ടെൻഷനാവുമെന്ന് കരുതി പരീക്ഷ എഴുതാതിരിക്കണം എന്ന് പറയുന്നില്ല. പ്രോത്സാഹിപ്പിച്ചാണെങ്കിലും നിർബന്ധിച്ചാണെങ്കിലും പരീക്ഷ എഴുതിപ്പിക്കും. കാരണം ആ പരീക്ഷയിലൂടെ ഒരു കുട്ടി കടന്നു പോകുമ്പോഴേ ആ കുട്ടിയുടെ പഠനവും അവളുടെ അല്ലെങ്കിൽ അവൻ്റെ വളർച്ചയും എത്രയുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. നമ്മുടെ ജീവിതത്തിലും ചില സഹനങ്ങൾ ദൈവം അനുവദിക്കുന്നത് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, ദൈവം അറിയാഞ്ഞിട്ടല്ല, ദൈവം കാണാത്തത് കൊണ്ടല്ല, മറിച്ച് അതിലൂടെ കടന്നുപോയി നമ്മൾ ആരാണെന്ന് നമുക്ക് സ്വയം മനസ്സിലാക്കാനും പരീക്ഷകളിൽ ദൈവത്തെ ആശ്രയിക്കേണ്ടത് എത്ര വലുതാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കാനുമാണ്. ജീവിത പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആരും കൂടെ ഇല്ലെങ്കിലും ദൈവം കൂടെയുണ്ട് എന്ന ചിന്ത നമുക്ക് വലിയ ബലവും ബോധ്യവുമാകട്ടെ. ആമേൻ.